നമ്മുടെ ഗവർണർമാരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി വിവിധ സംസ്ഥാന ഹൈക്കോടതികളും സുപ്രീം കോടതികളും പല വിഷയങ്ങളിലും വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിധികളിൽ എല്ലാം തന്നെ തങ്ങളുടെ അധികാരം മറന്നുകൊണ്ട് അനാവശ്യ ഇടപെടൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളിൽ ഗവർണർമാർ നടത്തുകയാണെന്ന് പറയുകയുണ്ടായി. അത് ബഹുമാനപ്പെട്ട ഗവർണറും മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 പ്രകാരം സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അതല്ലാതെ ഇഷ്ടം പോലെ വന്ന് ഇവിടെ മൊത്തം ഞാനാണ് പിന്നെ കേരളം ഭരിക്കേണ്ടതെന്നൊന്നും അദ്ദേഹം ധരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളം ഭരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയനുണ്ട്, മുഖ്യമന്ത്രി. അദ്ദേഹം കേരളം ഭരിച്ചോളൂ. അല്ലാതെ കേരളം ഇതിന് ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51(a)(e) അതിൽ പറയുന്നത് ഇന്ത്യയുടെ ദേശീയതയുടെ സുവിക്തമായ മതനിരപേക്ഷ സ്വഭാവം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51(a)(e) പറയുന്നു. അതിന് വിരുദ്ധമായിട്ടാണ് ഗവർണർ പ്രവർത്തിച്ചിരിക്കുന്നത്. മതനിരപേക്ഷയ്ക്കെതിരായിട്ടാണല്ലോ അവിടെ RSSൻ്റെ ചിഹ്നമെന്ന് പറഞ്ഞ് ഒരു വനിത കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു ചില്ലിട്ട ഫോട്ടോ ആക്കി വച്ചിട്ട് അതിൻ്റെ മുൻപ് ഒരു വിളക്ക് കൊണ്ട് വച്ചിട്ട് വിളക്ക് തിരി എല്ലാം കത്തിച്ചിട്ട് പൂവെല്ലാം ഇട്ട് തൊഴുതിട്ട് നിൽക്കുന്നത് അദ്ദേഹമാണ് ഭരണഘടന ലംഘിച്ചിരിക്കുന്നത്. കേരളത്തിന് നാണക്കേടാണ്, ഇന്ത്യക്ക് നാണക്കേടാണ്. ആ ഒരു സ്ത്രീ ഒരു വനിത ഒരു കാവി കൊടിയും പിടിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ഭാരതമെന്ന് ആര് പറഞ്ഞു? ഇതെന്ത് ഇവിടുത്തെ ഗവർണർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്? അദ്ദേഹം ആ കൊടി അതെടുത്ത് മാറ്റില്ലെന്ന് പറയണം. അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് RSSൻ്റെ ശാഖ ഉണ്ട്, അദ്ദേഹത്തിന് അറിഞ്ഞുറങ്ങി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ രാജഭവനിൽ കൊണ്ട് ഇത് വയ്ക്കാനൊന്നും പറ്റുന്നില്ല. രാജഭവൻ അദ്ദേഹം അവിടെ താൽക്കാലികമായിട്ടാണ് അവിടെ താമസിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള RSS ശാഖയാണ്, അവിടെ കൊണ്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഭരണഘടന ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല, ഒരു പ്രോട്ടോക്കോൾ ലംഘനവും ഞാൻ നടത്തിയിട്ടില്ല. ഞാനവിടെ വന്നപ്പോൾ അദ്ദേഹം തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനവിടെ ഇരുന്നു, സ്വാഗതം പറഞ്ഞു, ഞാൻ എണീറ്റ് സംസാരിച്ചു, എൻ്റെ പ്രതിഷേധം അറിയിച്ച് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ പ്രതിഷേധം അറിയിച്ച് ഞാൻ വാക്കൗട്ട് എടുത്ത് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജ്ഭവൻ പറയുന്നത് അത് പ്രോട്ടോക്കോൾ ലംഘനമെന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടക്കുമ്പോൾ അവിടെ അത് സഹിച്ച് പ്രോട്ടോക്കോളാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണം. എനിക്ക് RSSൻ്റെ പരിപാടി പോലെ ആക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട് അദ്ദേഹത്തിന്. എനിക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കുട്ടികളാണ്, കേരള ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുള്ള കുട്ടികളാണ് അവിടെ ഇരുന്നതെല്ലാം. വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണമെങ്കിൽ ആ കുട്ടികളെ മുഴുവൻ വിളിച്ചിറക്കിക്കൊണ്ട് പോകുമായിരുന്നു. ഗവർണർ പറഞ്ഞാലൊന്നും അവരവിടെ ഇരിക്കില്ല. കേരളത്തിലെ ഗവൺമെൻറ് പറയുന്നേ കേൾക്കുള്ളൂ. പക്ഷേ അത് ഞാൻ എൻ്റെ മാന്യത അനുസരിച്ച് ഞാൻ ചെയ്തില്ല. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും ഈ RSSൻ്റെ പടവും ഫോട്ടോവും ചില്ലും വനിതയും ഒക്കെ എടുത്ത് മാറ്റുന്നതായിരിക്കും ജനാധിപത്യത്തിന് നല്ലത്. അന്ന് എനിക്ക് എഴുതി തയ്യാറാക്കിയ പ്രസംഗം കൊണ്ട് പൊയ്ക്കൂടെ? അത്രയേ ഉള്ളൂ. എഴുതി തയ്യാറാക്കിയ പ്രസംഗം കൊണ്ട് തന്നെ പ്രസംഗം കുറച്ച് ഞാൻ എഴുതി തയ്യാറാക്കിയ പ്രസംഗം കൊണ്ട് പോകാനുള്ള എനിക്ക് അധികാരമുണ്ട്. ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചെന്ന് ഇതിൽ പ്രതിഷേധിക്കും. പിന്നെ എന്തിനാ ജനാധിപത്യ കേരളം ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഇവിടെ? ഇത്രയധികം അങ്ങേറ്റത്തെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള തോന്നിയാസം കാണിച്ചാൽ ഒന്ന് പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം കേരളത്തിൽ?